ഗൈസ് എന്തൊക്കെയാണ് ശേഷം സുഖമായിരിക്കുന്നു കേട്ടോ. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ആരും ചെയ്യാത്ത ഒരു വീഡിയോ ആണ്. കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്കിടയിൽ നമുക്ക് UK വന്നിട്ടുള്ള മലയാളികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ ക്രിമിനൽ കേസ് മുതൽ പലതരത്തിലുള്ള സ്കാമുകൾ വരെ ഈ അടുത്ത് മലയാളികളുടെ ഹൈലൈറ്റ് ചെയ്യും, മീൻസ് അറിയും, ഇവിടുത്തെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളതെല്ലാം കൂടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ഇൻഫ്ലുവൻസറും യൂട്യൂബേഴ്സൊക്കെ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതെല്ലാം കൂടി ഒറ്റ കൊടക്കീഴിൽ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള കേസുകളെല്ലാം കൂടിയിട്ട് നമ്മളൊരു വീഡിയോ ആക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല പുരോഗതിയുണ്ട്. ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു കേസുകളൊക്കെ ഇമ്പ്രൂവ് ആയി വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പണ്ടൊന്നും ഇത്രയും കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അത് പല രീതിയിലുള്ള പല മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. തീർച്ചയായിട്ടും അത് പഠിക്കാൻ ചാനൽ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഫസ്റ്റ് തന്നെ ഒരു റേപ്പ് കേസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് കഴിഞ്ഞ ജനുവരിയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. ഇതേപോലെ ഒരു ലിവർപൂളിൽ ഒരു മലയാളി പയ്യൻ ഒരു പേഷ്യൻറ്റിനെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അന്ന് പല ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും നമ്മളൊന്നും എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ആ പയ്യൻ ചെയ്തിട്ടില്ല, അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് എന്നൊക്കെയാണ് പോയത്. പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇതാ വരുന്നു. കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് അനുസരിച്ചിട്ട് ആ ഒരു സുഹൃത്ത് ആ ഒരു പേഷ്യൻറ്റിനെ 41 വയസ്സായിട്ട് പേഷ്യൻറ്റിനെ റേപ്പ് ചെയ്തു, സെക്ഷൽ അസോൾട്ട് ചെയ്തു, ഇതൊക്കെയാണ് അവരുടെ മേലെ കേസ്. അതുപോലെ കോർട്ടിനെ കബളിപ്പിക്കാനും ഇതുപോലെ എന്താ പറയുക, ഈ പറഞ്ഞ വഴിതിരിച്ചു വിടാനും ഒക്കെ തിരിച്ച് എല്ലാത്തിനും കൂടിയിട്ട് ചേർത്ത് അങ്ങോട്ട് 13 വർഷത്തെ തടവ് അങ്ങോട്ട് ചേർത്തടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസൊക്കെ വരുന്നത് കേരളൈറ്റ് ചെയ്തു എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇത് സകല ലോകത്തും ഇതെത്തുന്നു. അതുമാത്രമല്ല, ഇതിപ്പോൾ ഇവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഇടയിലും തന്നെയും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും മലയാളികൾ കേരളൈറ്റ് എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീത്തപ്പേര് തന്നെയാണ് നമുക്ക്. അതിപ്പോൾ ഈ അടുത്ത കയറി വരുന്നത് സ്റ്റുഡൻറ്റിന് ഡിപ്പെൻഡായിട്ടാണ് കയറി വന്നത്. സ്റ്റുഡൻ്റായിട്ട് ഡിപ്പെൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു വർക്ക് വിസയ്ക്കാണ് ട്രൈ ചെയ്യുന്നത്. ഇവിടെ 13 വർഷത്തെ ജയിൽ ശിക്ഷകൾ ആണ് ഇപ്പോൾ കഴിഞ്ഞ അടുത്തിടങ്ങളിലൊരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതും പറയാം. ഓക്കെ, ഇതൊരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് അബ്യൂസിന് കുറേ മലയാളികൾ അറസ്റ്റിലായിട്ടുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ചൈൽഡ് അബ്യൂസ് കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനകത്ത് മലയാളികൾ പിടിക്കപ്പെടുന്നു. പല വൈറലായ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസവും ഞാൻ അതേപോലെ ഒരു വൈറലായ വീഡിയോ കണ്ടു. അത് ഈ അടുത്ത് നടന്നതാണ്, ഒരു ചൈൽഡ് അബ്യൂസ് കേസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു അവയർനെസ് കൂടിയാണ്, വേറൊന്നുമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ ചാറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അറിയാമല്ലോ. ഈ ഗൾഫിലും ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ എവിടെയാണെങ്കിലും ഈ പറഞ്ഞ കുറേ ചാറ്റിംഗ് ആപ്പുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ആപ്പുകൾ, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ കൂടിയും വാട്സപ്പ് ആണെങ്കിൽ കൂടിയും പലരും അത് യൂസ് ചെയ്യുന്ന നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് അല്ലേ. സോ അങ്ങനെ ചാറ്റിംഗ് ആപ്പ് യൂസ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവർ നമ്മളെ ഇതേപോലുള്ള ഞരമ്പന്മാരെ പിടിക്കാനായിട്ട് അവരൊരു കാര്യം ചെയ്യും, നമ്മളെ ഇങ്ങോട്ട് കൊത്തും. നമ്മൾ അങ്ങോട്ട് കൊത്തിയില്ലെങ്കിലും നമ്മൾ ഇങ്ങോട്ട് കൊത്തും. അങ്ങോട്ട് കൊത്തുന്നത് തീർന്നു നമ്മൾ, പക്ഷേ ഇങ്ങോട്ട് കൊത്തും. അതായത് നമ്മൾക്ക് ഒരു ഹായ് മെസ്സേജ് ഇടും. നമ്മളൊരു ഹായ് മെസ്സേജ് അൺനോൺ നമ്പറാണ്, ഒരു ഇംഗ്ലീഷുകാരി, ഓക്കെ. ചിലരും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്യും. അതായത് അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വരും, അത് കൊത്തും, ചാറ്റ് ചെയ്യും. ചിലർക്ക് അറിയില്ല, അതിൻ്റെ പുറത്ത് നമ്മളത് ട്രാപ്പാണെന്ന് അറിയില്ല. പക്ഷേ അവർ ഇതേപോലെ ചാറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചാറ്റ് ചെയ്യും. ഇവർ അങ്ങോട്ട് ഓപ്പണായിട്ട് ചാറ്റ് ചെയ്തിട്ട് അവർ കാണാമെന്ന് പറയും. നിങ്ങളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവർ ഓടിച്ചിട്ട് വളഞ്ഞിട്ട് പിടിക്കും. എന്നിട്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് പോവുകയും ചെയ്യും. അത് മാത്രമേ പോലീസിന് നിങ്ങളെ കൈമാറുകയും ചെയ്യും. അപ്പോൾ ഇത് കുറേ മലയാളികൾ പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചാറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ ഇതേപോലെ പെടുമ്പോൾ ഇതേപോലെയൊക്കെ പ്രശ്നങ്ങൾ വൈറലാവുന്ന സമയത്ത് പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് മലയാളികൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷിംഗ് പോലെയാണ്, നമ്മുടെ ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഇങ്ങോട്ട് ഇട്ട് തന്നിട്ട് നമ്മളെ പിടിക്കുന്ന പരിപാടിയാണ്. ഒരുപാട് മലയാളികൾ പെട്ടിട്ടുണ്ട്. നമുക്ക് കുറേ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പെട്ടു എന്നുള്ള രീതിയിൽ. ഇതൊരു ഭാഗത്ത് ചൈൽഡ് അബ്യൂസിൻ്റെ പേരിൽ കേസ് എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ഓരോരുത്തരുടെ താല്പര്യം. ഓക്കെ, അത് എന്തായാലും ഇങ്ങനെ കുറേ കേസുകൾ അടുത്തിടെ റിപ്പോർട്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും വെൽ നോൺ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് വിസ ഫ്രോഡ്. വിസ ഫ്രോഡിനെ പിന്നെ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ഇഷ്ടം പോലെ വിസ ഫ്രോഡുകൾ ഇവിടെ നടക്കുന്നുണ്ട്. പല ടൈപ്പ് വിസ ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ കെയർ വിസയാണ് കൂടുതലും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നോ വർക്ക് വിസ ഉണ്ട്, പിന്നെ അംബ്രല വിസകളുണ്ട്. ഇങ്ങനെ കുറേ ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. കുറേ ഞാൻ പറഞ്ഞത് ഏകദേശം
കോടികൾ അതിനകത്ത് അവർ പലരുടെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഓരോരുത്തരുടെയും അല്ല, പലരുടെയും ചേർത്തിട്ട് അത് നമ്മൾക്ക് എണ്ണിയാൽ തീരാത്തത്ര കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ സ്വാഭാവികം. അത് നമ്മൾക്ക് എത്ര 1000 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും പോയി പെടേണ്ടവൻ പോയി പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കാറില്ല. മലയാളികളാണ് ഈ ഒരു ഏരിയയിൽ കുറച്ച്, നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇത് കൂടുതൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അനേകം വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് വിസ ഫ്രോഡുകളെ കുറിച്ച് അന്വേഷിക്കാനും പിടി വീഴ്ത്താൻ വേണ്ടിയിട്ട് പരിപാടികൾ ഹൈക്കോടതിയുടെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഉത്തരവാണ്. അപ്പോൾ ഈ പറഞ്ഞ പരിപാടികൾ ചെയ്യുന്ന, അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഏജൻസിക്കും ഇതേപോലെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാരുടെ ഫോൺ നമ്പറിൽ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കാത്ത മുമ്പ് തന്നെ അങ്ങോട്ടും കൊണ്ട് പൈസ ഇടുന്ന പരിപാടിയാണ്. അപ്പോൾ പൈസ പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ലേ. ഫേസ്ബുക്കിൽ മെസ്സേജ് വരുമ്പോഴേക്കും എല്ലാവരും കണ്ണു അടച്ചിട്ട് എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് പൈസ പോയി വന്നവർ ഒരുപാട് പേര് അറിയാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂടുതൽ കമൻസ് ഒന്നുമില്ല. മലയാളികളുടെ ഒരു സ്കാം തന്നെയാണ് ഈ ഒരു സംഭവം. മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല, ചില മലയാളികളുടെ ഒരു സ്കാം തന്നെയാണ് ഈ പറഞ്ഞ സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ സ്കാമിൽ പെടുന്നവർക്ക് വേറെ വഴിയൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, പലിശ. ചില മലയാളികളുടെ പലിശ കൊടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാളുകൾ മുമ്പ് ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ സുഹൃത്തായ അനീഷ് ഏട്ടനും ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലിശ കൊടുപ്പും അതിന് കൊടുത്തില്ലെങ്കിൽ ഭീഷണി, പലിശയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് അത് ഇരട്ടിയൊക്കെ മേടിക്കുന്ന ആൾക്കാരും ഇവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സ്ഥലപ്പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ആൾ പിടിയിടുന്നതുകൊണ്ട് തന്നെ നമ്മളത് പറയുന്നില്ല. പക്ഷേ മലയാളികളുടെ പുതിയ പരിപാടികൾ തുടങ്ങുന്നുണ്ട്. ഇവിടെ അങ്ങനെ കൊടുക്കുന്നതും വാങ്ങുന്നതും ഇല്ലീഗലായിട്ടുള്ള കാര്യമാണെന്നും പൈസ മേടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീഷണിപ്പെടുത്താനും ഒന്നും ചെയ്യാൻ തന്നെ പറ്റില്ല. പൈസ മേടിച്ചിട്ട് അവന് പോവുകയും ചെയ്യാം, ഒന്നും പറയാൻ പറ്റില്ല. സോ പൈസ കൊടുക്കുന്നവരും ശ്രദ്ധിക്കുക, വാങ്ങുന്നവരും ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം പറയട്ടെ. അതുമാത്രമല്ല, പിന്നെ കൊട്ടേഷൻ പരിപാടി. അത് റീസെൻ്റ്ലി നമുക്കറിയാം ലീഡ്സിൽ ഒരു മലയാളിയെ അടിച്ച് കൈയും കാലും ഒടിച്ച് ഹോസ്പിറ്റലിൽ കയറ്റിയിരിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കൊട്ടേഷൻ പരിപാടി ഇവിടെ മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ വലിയ രീതിയിലൊന്നുമില്ല, 1-2 കേസുകളാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സംഭവം വെച്ചാൽ ഒരാളുടെ കൈയും കാലം അടിച്ച് കൊല്ലാൻ വേണ്ടി അടിച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയാം. അതും വിസ കച്ചവടത്തിൻ്റെ ഒരു പിന്തുടർച്ച പരിപാടിയായിട്ടാണ് ഈ കൊട്ടേഷൻ പരിപാടി സ്റ്റാർട്ടായിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ പുറകിലും മലയാളികളാണെന്നാണ് സുഹൃത്തുമായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിച്ചു. അപ്പോൾ മലയാളികൾ തന്നെയാണ്. അതിനും കേസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള തറവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അത് വരുന്ന സമയങ്ങളിൽ തന്നെ അവരെല്ലാവരും പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെയും ഒരു സംഭവം ഇവിടെ ഉണ്ടായി. അതും നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അതുമാത്രമല്ല, പിന്നെ ഡ്രങ്കൺ ഡ്രൈവ്. പിന്നെ ഇത് മാത്രമല്ല, UK വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ്, ഇപ്പോൾ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും വണ്ടി ഓടിച്ച് പോയിട്ട് സ്വന്തം ആക്സിഡൻ്റ് ഉണ്ടാക്കി മരണപ്പെടുകയും ഈ അടുത്തടക്കം മരണപ്പെടുകയും, അതുമാത്രമല്ല വണ്ടി ഓടിച്ച് വളരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോടെ തന്നെ വണ്ടി ഓടിച്ച് പോയി ഒരു പയ്യൻ ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച് ആ വണ്ടി കൊണ്ട് ഒളിപ്പിച്ച് വെച്ചതിനും അതാണ്ട് വലിയൊരു ശിക്ഷ അവിടെ അവർ കൊടുക്കുകയുണ്ടായി. സോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കാനായിട്ടും പല കാര്യങ്ങൾക്കായിട്ടാണ് നിങ്ങൾ UK വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനറിയാം, നിങ്ങൾ കില്ലാടിയായിരിക്കും. പക്ഷേ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും അവൻ പഠിച്ച് ലൈസൻസ് കൊടുത്തുടൻ തന്നെയാണ് അവൻ ഒരാളെ കൊണ്ടുപോയി ഇടിച്ച് കയറ്റി കൊന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കഴിഞ്ഞ മാസങ്ങളിൽ വലിയ ന്യൂസുകളായിട്ട് നമ്മളുടെ ചാനലിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരുപാട് ന്യൂസുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു മലയാളി പയ്യൻ തന്നെയാണ് അതിൻ്റെ പുറകിലും. പിന്നെ ഈ അടുത്തൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു മലയാളി മരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. UK വരുന്നവർ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ റൂൾസൊക്കെ അറിയുക. ഇനി അറിഞ്ഞാൽ തന്നെയും നമുക്ക് എന്താ പറയുക, വളരെ സൂക്ഷിക്കുക. ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് അല്ല, ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും, റോഡുകളും കാര്യങ്ങളും സ്ലിപ്പറി ആയിരിക്കും, മഴ പെയ്യും, മഞ്ഞ് പെയ്യും, അത് വളരെ ചൂടാണെങ്കിൽ അതിനെക്കാട്ട് വരും ചില സമയങ്ങളിൽ. സോ ക്ലൈമറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുക. ഇതിനകത്തൊക്കെ തന്നെ സംസാരിക്കാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവും ആക്സിഡൻറ്റും ഇതൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടാകുന്നുണ്ട് മലയാളികളുടെ ഇടയിൽ, വളരെ സൂക്ഷിക്കുക. പിന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്കോമഡേഷൻ ഫ്രോഡ്. അതിപ്പോൾ നമുക്ക് UK സ്റ്റുഡൻറ്റ് വിസ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ തുടങ്ങിയതാണ്, പലരും ചെയ്യുന്നുണ്ട്. അക്കോമഡേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. സർവീസ് ചാർജ് മേടിക്കുന്നത് തെറ്റല്ല, പക്ഷേ സർവീസ് ചാർജ് മേടിച്ചിട്ടും അക്കോമഡേഷനിൽ കയറ്റി ഇറക്കി വിടുന്ന പരിപാടി, പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്ന പരിപാടി, അതുമാത്രമല്ല ഡെപ്പോസിറ്റ് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാത്ത പരിപാടി, ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുമുണ്ട്. സോ അക്കോമഡേഷൻ ഫ്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ UK എല്ലാ ഭാഗത്തും, ഈവൻ നമ്മൾ സ്കോട്ട്ലാൻഡിൽ നിന്നും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, പല ലണ്ടനിൽ നിന്നും അവിടെ നിന്നൊക്കെ കംപ്ലയിൻറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ അന്ന് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അക്കോമഡേഷൻ എന്ന്
നിന്ന് ഇറക്കി വിട്ട കേസുകൾ. സോ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ സബ്ലെറ്റിങ്ങും, അതായത് ഏജൻസി അറിയാതെ തന്നെ സബ്ലെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർ പെരുവഴിയിൽ ഇറക്കി വിടാറുണ്ട്. ചിലർക്ക് ഇപ്പോൾ ഈ 3000 പൗണ്ട് ഫൈനൊക്കെ കിട്ടിയ ആൾക്കാർ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ മറ്റേ ഏജൻസി അറിയാതെ സബ്ലെറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെയൊക്കെയാണ് ആ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 1000 വട്ടം പറഞ്ഞതാണ്. പക്ഷേ ഇതും മലയാളികളുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ ചില മലയാളികളുടെ ഇടയിൽ ഇതും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കാം. പിന്നെ ഏറ്റവും വലിയൊരു ഫ്രോഡാണ് പരിപാടിയാണെന്ന് വെച്ചാൽ പൗണ്ട് കച്ചവടം. അതായത് ഇതും ചില മലയാളികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലും എല്ലാവരും നിങ്ങൾ കാണാം, പൗണ്ട് വേണോ, പൗണ്ട് INR തരാം, പൗണ്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കച്ചവടം. നമ്മളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൂടെ അനേകം ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്, ലക്ഷങ്ങൾ പോയിട്ടുണ്ട്. അത് മാത്രമല്ല യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് 500 പൗണ്ട് ഡിസ്കൗണ്ട് തരാമെന്നൊക്കെ പറഞ്ഞ ചില മണ്ടന്മാരെ പറ്റിക്കുന്നുണ്ട്. അതായത് ഒരു 500 പൗണ്ട് എന്ന് കേൾക്കാത്ത മുമ്പ് തന്നെ ചിലർ പോയിട്ട് അതിനകത്ത് ഏജൻ്റ് ആവും, ചിലർ പോയിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, പൈസ കൊടുക്കും, പാർട്ട്ണറാവും, 500 പൗണ്ട് രക്ഷപ്പെട്ട കിട്ടി എന്നുള്ള ചിന്തയിലാണ് പാവങ്ങൾ. പക്ഷേ അവർ മണ്ടന്മാരാക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടും, ഇത് മാസങ്ങൾ മുമ്പ് പറഞ്ഞിട്ടും സ്റ്റിൽ ഈ ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിലും മലയാളികൾ തന്നെയാണ്. പലരെയും നമ്മൾ തിരിച്ചറിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗണ്ട് നമ്മൾ കൊടുക്കും, പൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എത്തില്ല. അതുമാത്രമല്ല ഈ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്ത ക്രെഡിറ്റ് കാർഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീസൊക്കെ പേയ്മെൻറ്റ് ചെയ്യും. നിങ്ങളുടെ ഫീസ് യൂണിവേഴ്സിറ്റിയിൽ എത്തി കുറച്ച് കഴിയാത്തുമ്പോഴേക്കും റിവോക്ക് ചെയ്യും, യൂണിവേഴ്സിറ്റി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കുറേ ഇഷ്യൂസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മനോരമ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പല ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊരു വലിയൊരു കച്ചവടമുണ്ട്, മലയാളികളുടെ ഇടയിലും വലിയ രീതിയിലുള്ളൊരു കച്ചവടമുണ്ട്. ഓക്കെ, അത് മാത്രമല്ല കാറിൻ്റെ കച്ചവടത്തിൽ ഞാനത് ഒരു ഫ്രോഡ് പരിപാടിയാണെന്ന് പറയുന്നില്ല. ചില ആൾക്കാർ ഫ്രോഡ് പരിപാടികൾ നടത്തുന്നുണ്ട്. എന്നാൽ എല്ലാം ഫ്രോഡാണെന്ന് പറയുന്നില്ല. നമ്മളും കൂടി നോക്കിയെടുക്കുന്ന കാറാണ്. ഒരു കാർ മേടിക്കുന്ന സമയത്ത് കാറ് മേടിച്ചിട്ട് കാറിൻ്റെ പൈസയും കൊണ്ട് മുങ്ങുന്നതും ഒക്കെ അത് ഒരു വേറെ വശത്തുണ്ട്. കാറിൻ്റെ ഇൻഷുറൻസിൻ്റെ പേരിലും തട്ടിപ്പ് നടത്തുന്നുണ്ട്. പല ആൾക്കാരുടെ പേരിലും ഇൻഷുറൻസ് അടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ കാർഡൊക്കെ യൂസ് ചെയ്ത് പേ ചെയ്തിട്ട് അത് തിരിച്ച് റീഇംബേഴ്സ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സോ ഇൻഷുറൻസ് നിങ്ങൾ അടയ്ക്കും, അത് റീഇംബേഴ്സ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇൻഷുറൻസ് അടച്ചു എന്ന് പറഞ്ഞാൽ മെയിൽ വരും, കുറച്ച് കഴിയുമ്പോഴേക്കും അത് റീഇംബേഴ്സ് ചെയ്ത് പോകും. അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അതുപോലെ കാറിൻ്റെ കേസിൽ അത് നിങ്ങളുടെയും കൂടി കുറ്റമാണ്. കാർ നോക്കിയെടുത്തില്ലെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തില്ലെങ്കിൽ അതൊക്കെ ഇവിടെ മലയാളികളൊക്കെ ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ കാറുകളൊക്കെ സെക്കൻഡ് ഹാൻഡ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന കാറുകളാണ്. പാകിസ്ഥാനികളിൽ നിന്നൊക്കെ മേടിക്കുന്ന കാറുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാറൊക്കെ യൂസ് ചെയ്ത് അതിനെ റീസെയിൽ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിച്ച് എടുക്കുന്നവർ എടുത്താൽ മതി, അല്ലെങ്കിൽ പുതിയ കാർ എടുത്തുകൂടെ നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്യുക. അതൊരു ഫ്രോഡാണെന്ന് പറയുന്നില്ല, പക്ഷേ അങ്ങനെയും ഒരുപാട് തട്ടിപ്പ് അതിനകത്തും നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് കേസുകൾ ഒരുപാട് മലയാളികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ ഞങ്ങൾക്ക് ഇന്നലെ തന്നെ ഞങ്ങൾക്ക് ഒരു 3 കേസുകളോളം ഞാൻ കേൾക്കാനായിട്ട് ഇടയായി. കാരണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK സ്റ്റുഡൻ്റായിട്ട് വരുന്നവരുണ്ടാവും, വർക്ക് വിസയിൽ പോയിട്ട് വരുന്നവരുണ്ടാവും. നാട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ പോലെ അല്ലെങ്കിൽ നാട്ടിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ബിഹേവ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ചിലർക്ക് പൈസ കിട്ടുമ്പോൾ ചിലത് മറക്കും. ചില ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയ ആ ഫ്രീഡം മാക്സിമം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 2 പേരുടെ സൈഡിലും ഈ പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല ചിലർ വീട്ടിൽ കയറാതെ പുറത്താക്കിയിരിക്കുന്ന കേസുകളുണ്ട്. അതായത് ഇതേപോലെ ഭാര്യയെ ഒന്ന് തല്ലി, പിന്നെ ഭാര്യയെ പോലീസിനെ വിളിച്ചു, ഭർത്താവിനെ പുറത്താക്കി, കുട്ടിയെ പോലും കാണാൻ പറ്റാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ഫാമിലി പ്രശ്നങ്ങളുണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോയ ആൾക്കാരുണ്ട്, വിസ ക്യാൻസൽ ചെയ്ത് പോയ ആൾക്കാരുണ്ട്, സ്വന്തം ഹസ്ബൻഡിനെ നാട് കടത്തിയ ആൾക്കാരുണ്ട്. പല കേസുകൾ ഈ അടുത്തിടെ വൻതോതിൽ വരുന്നുണ്ട്. ഓരോന്ന് പറയുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു മണിക്കൂറിന് ലൈവ് ഇട്ട് പറയേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ അടുത്ത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഡിവോഴ്സ് കേസുകൾ. തീർച്ചയായിട്ടും പരമാവധി നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സോൾവ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ രാജ്യത്ത് വന്നിട്ട് നിങ്ങളിവിടെ പല സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുന്ന സംഭവം പലതും ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കും. അതിലൊന്നും വീഴാതെ നമ്മൾ കുറച്ച് ഒന്നും ആരെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ചിലപ്പോൾ സ്മൂത്തായിരിക്കും അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കുക. ഡിവോഴ്സ് കേസുകളും ഭാര്യ ഭർത്താവിനെ പണിയുന്നതും ഭർത്താവ് ഭാര്യനെ പണിയുന്ന കേസുകളും ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. ഞാൻ തന്നെ നാട്ടിൽ നിന്ന് കല്യാണം ഉറപ്പിച്ച് വന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് അവൾ ചീറ്റ് ചെയ്തു എന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ. അവൻ എന്നൊരു ഹോം ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ യൂസ് ചെയ്ത പല ഫേക്ക് ഡോക്യുമെൻറ്റ്സിൻ്റെ കേസൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്ത കേസുകളും ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ മർഡേഴ്സ് നമുക്കറിയാം. കാറ്ററിങ്ങിൽ ഒരു ഫാമിലിയെ കൊന്നിരിക്കുന്നത്, അതുപോലെ തന്നെ മലയാളികളുടെ ഇടയിൽ തന്നെ ചില സമയങ്ങളിൽ മർഡേഴ്സ് ഉണ്ടാകും. കൂടെ താമസിക്കുന്നവരുടെ ഇടയിൽ മർഡേഴ്സ് ഉണ്ടായിട്ടുള്ള കേസുകൾ, ലണ്ടനിലൊക്കെ ഉണ്ടായിരിക്കുന്ന കേസുകളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അല്ലേ. സോ ഇതും വലിയ രീതിയിൽ അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പല മെൻറ്റാലിറ്റിയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് കയറുമ്പോൾ
ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട്, ഏത് രാജ്യത്തും ഉണ്ടാകും. ഇപ്പോൾ നമ്മളുടെ ഇടയിൽ നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആൾക്കാരായിരിക്കണം. മറ്റുള്ളവർ എന്തോ ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഈ അടുത്ത് വളരെ രീതിയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ. പിന്നെ ഭീഷണി, അത് ശരിക്കും പറഞ്ഞാൽ അസൈൻമെൻറ്റ്, ഇവിടെയൊക്കെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഏജൻസികളെയോ അല്ലെങ്കിൽ പലരെയൊക്കെ എടുക്കുന്ന ഈ പരസ്യങ്ങൾ, ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസർ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ട് ചിലർ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി എടുത്തിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡെസർട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ ഭീഷണി, അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഞങ്ങൾ അറിയിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന പൈസ തരണം, 3000 തരണം, 5000 തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണി. അത് ഞാനൊരു റീൽ ഇട്ടേ ഉള്ളൂ, ചറ പറന്നാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ ഇതേ ഭീഷണിയിൽ പെട്ടിരിച്ചുകൊണ്ട് ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ, നിങ്ങളൊരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്തപ്പോൾ അവന്മാർ നിങ്ങളെക്കാട്ടി വലിയ ഉടായപ്പരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞില്ല. പക്ഷേ എന്ത് ചെയ്തു, അവർ യൂണിവേഴ്സിറ്റിയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഒരു പെൺകുട്ടിയെ 3000 പോണ്ട് ചോദിച്ചു, എന്നിട്ട് ആ പെൺകുട്ടീൻ്റെ യൂണിവേഴ്സിറ്റി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചു. യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു, ആ കുട്ടിക്ക് ഇതേപോലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ആ കുട്ടീൻ്റെ വിസയ്ക്ക് അത് തന്നെ പ്രോബ്ലം ആവും മിക്കവാറും. സോ അങ്ങനെ കുറേ ഇഷ്യൂസ് ഇവിടെ നടക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ ഫ്രോഡ് ഒരു വലിയ രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം നിങ്ങൾ അറിയൂ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അറിഞ്ഞവരുണ്ടെങ്കിൽ ചിലപ്പോൾ താഴത്ത് കമൻറ്റ് ചെയ്യുമായിരിക്കും കേട്ടോ. പിന്നെ ഉഡായിപ്പുകൾ ഒരുപാട് ടൈപ്പ് ഉഡായിപ്സ് ഇവിടെ ഉണ്ട് മലയാളികളുടെ ഇടയിൽ. മെയിനായിട്ട് ഇപ്പോൾ കുറച്ച് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും. അപ്പോൾ ഞാനും ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ആൾ ചെയ്യുന്നു കണ്ടു. NHSൽ ഹെൽത്ത് കെയർ വർക്കറായിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് കയറ്റി തരാം, 8 ലക്ഷം രൂപ കൊടുത്താൽ മതി, 8.5 ലക്ഷം രൂപ കൊടുത്താൽ മതി ഹെൽത്ത് കെയറിൽ. അപ്പോൾ ഇത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ ആൾക്കാർ തന്നെ അവരെ അപ്രോച്ച് ചെയ്തു. ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി തട്ടിപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ പലരും ബോധം വെച്ച് തുടങ്ങി. ആ ബോധം വെച്ച് തുടങ്ങിയപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഷെയർ ചെയ്ത് തരും. ചേട്ടാ അതുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഷെയർ ചെയ്ത് തരും. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരി ഇരുന്ന് വിളമ്പുവാണ്, ഞങ്ങൾ ഹെൽത്ത് കെയർ വർക്കറിനെ, സപ്പോർട്ട് വർക്കറിനെ NHSൽ കയറ്റി തരാം, ബാൻഡ് ഫോർ നേഴ്സിനെ കയറ്റി തരാം. ഇവിടെ NHS തന്നെ റിക്രൂട്ട്മെൻറ്റൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. UK അകത്തുള്ളവരുടെ മാത്രമാണ് അല്ല എല്ലാ കേസുകളും. പക്ഷേ ഇവർക്കെല്ലാം UK പുറത്തുള്ളവർക്കാണ് കൊടുക്കുന്നത്. പുറത്തുള്ളവർക്ക് ഹെൽത്ത് കെയർ വർക്കർ, സപ്പോർട്ട് വർക്കർ എല്ലാം NHSൽ കയറ്റി കൊടുക്കുക. 8.5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കയറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് ഇരുന്ന് അങ്ങോട്ട് അടിച്ചു വിടുവാണ്. ഒരു 100K ഫോളോവേഴ്സ് ഉള്ള ഒരാൾ വന്ന് ഇങ്ങനെ അടിച്ചു വിടും. ഒരുപാട് പേര് അവർക്ക് എൻക്വയറി അയച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസർ ഒരു എത്തിക്സ് ഇല്ലാതെ കുറേ കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ പ്രൊമോഷനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പുറകോട്ട് നടക്കുക. പല കേസുകളും ഈ ഗൂഗിളും കാര്യങ്ങളും കിട്ടും. UK ഇവിടെ ഒരു എന്താ പറയുക, ഒരു റൂള് തന്നെ ഉണ്ട്. നമ്മളെടുക്കുന്ന പ്രൊഡക്ട്സ് അത് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ അക്കോമഡേഷൻ ആണെങ്കിൽ എന്താണെങ്കിലും അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് നിങ്ങളത് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അതിപ്പോൾ നമ്മൾ മുന്നേ അറിയില്ലായിരുന്നു, പക്ഷേ ഇനി എങ്കിലും ആൾക്കാർ അറിയുക അത് പെയ്ഡ് പ്രൊമോഷൻ. അതുമാത്രമല്ല ഇവിടെ ചില പ്രൊഡക്ട്സ് ഉണ്ട്, നമുക്ക് ഇവിടുത്തെ പ്രൊഡക്ട്സിന് കുറേ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡുള്ള പ്രൊഡക്ട്സ് ആണോ നിങ്ങൾ ഇതേപോലെ പരസ്യപ്പെടുത്തുന്നതും അത് മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന പ്രൊമോഷൻ കൊടുക്കുന്നതും ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു പണിയാകാനും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വിസ പോകാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഡ്യൂട്ടി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ നോക്കുക. ഞാനത് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിൽ വിചാരിക്കും. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തു തരാം. സംഭവം എന്ന് വെച്ചാൽ ഈ ഡ്യൂട്ടി ഡ്രസ്സ് ഇപ്പോൾ NHSൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇല്ലെങ്കിൽ മറ്റ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും കെയർ ഹോമിനകത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുക, അതുപോലെ തന്നെ NHSനകത്ത് വെച്ച് വീഡിയോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ NHSൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഇതിന് മുമ്പ് ആരെങ്കിലും ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ അത് ഞാൻ പറയുന്നില്ല, നിങ്ങളെന്നെ സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക. സോ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇനി വരുന്ന സമയങ്ങളിൽ ഉണ്ടായേക്കാം. സോ ഇതൊക്കെയാണ് മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടാകുന്ന കുറേ സ്കാമുകൾ പറഞ്ഞു. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയ്ക്ക് അത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക.